सर्वांके नमस्कारू. अल्पळे पर्णदेवळाकडचे नूतन ध्वज स्थापनाचे एक कार्यक्रम ईश्वर कृपया हरिगुरु कृपया सगळं भंगिजानंग चंकुने तस तंतु वृक्ष निर्णयम वृक्षछेदनम सगळं भंगिजानजलने पुरातन जानसिल्लाम गेलते ध्वज कला संगोज कोरू आवाहन प्रक्रिया सकोरनु संस्कार कोरू जानु दबरल्या तशीची कतोरणलेने छेदन कोरणलेने वृक्षाक यथाविधि पूजन सकोरनु एक ध्वजारूपार आणू तैलादिवासम म्हणून संगिनसले ओढ एक प्रक्रिया सग 4-5 मास औषध तैल आंबितिरते घालद ओरका तज्जे औषध तैल കുറച്ച് കെശി മുണംകേക്ക് പോളോവ്യ. ആലപ്പുഴ പഴയ തിരുമല ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. ഇവിടുത്തെ നൂതന ധ്വജപ്രതിഷ്ഠ, അതായത് കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ അതിൻ്റെ ചടങ്ങുകൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ വലിയ ഒരു കാര്യമായിട്ടുള്ള തൈലാദിവാസം, അതായത് യഥാവിധി വൃക്ഷപൂജയും വൃക്ഷഛേദനവും ഒക്കെ നടത്തി ഒരു കൊടിമരത്തിൻ്റെ രൂപത്തിലാക്കിയ ലക്ഷണമൊത്ത തേക്ക് തടി ഏതാണ്ട് 4-5 മാസത്തോളം ഔഷധ തൈലത്തിലിടുന്ന ഒരു പ്രക്രിയയാണ് തൈലാദിവാസം. ഈ തൈലാദിവാസത്തിന് സാധാരണ എണ്ണയല്ല ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള കൂട്ടുകൾ ചേർത്തിട്ടുള്ള ഒരു ഔഷധ തൈലമാണ്. അത് തയ്യാറാക്കുന്നത് വളരെ വിശിഷ്ടമായ ഒരു പ്രക്രിയയാണ്. അതിന് വിശേഷാൽ പ്രാവീണ്യം നേടിയിട്ടുള്ള തൊടുപുഴയിൽ നിന്നുള്ള വേണുആശാനും സംഘവുമാണ് അതിന് നമ്മൾ സമീപിച്ചത്. അവരാ കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കും. ചേട്ടനെയും ചേട്ടൻ്റെ സംഘാംഗങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്തുക, പിന്നെ എങ്ങനെയാണ് ഈ രംഗത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യം ഒന്ന് ചുരുക്കി പറയുക. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ സംസാരിക്കാം. പേര് വേണു, ഞാൻ തൊടുപുഴ സ്വദേശിയാണ്. ചെറുപ്പം മുതലേ ഈ ആയോധന കലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കളരി, അതുപോലെ ഉഴിച്ചിൽ, അതുപോലെ മരുന്ന് ഔഷധ നിർമ്മാണം, അങ്ങനെയാണ് ഞങ്ങളുടെ തൊടുപുഴ അമ്പലത്തിലാണ് ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത്. ഏതാണ്ടൊരു 10-20 വർഷം ആയിട്ടുണ്ട്. ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഇപ്പോൾ പേര് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഓർക്കാമെന്ന് പറഞ്ഞാൽ ശക്തികുളങ്ങര കുഞ്ചാച്ചമ്മൻ ക്ഷേത്രം, മാത്തൂർക്കാവ്, ശ്രീവല്ലഭ ക്ഷേത്രം, അങ്ങനെ ഒട്ടനവധി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഡയറക്ഷൻ തരുന്നത് നമ്മുടെ അനന്തൻ അണ്ണൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അണ്ണാന്ന് വിളിക്കുന്നത് അനന്തനാണ്. ഞങ്ങളുടെ എല്ലാം മാർഗദർശിയായിട്ട് മാന്നാർ സ്വദേശി. പിന്നെ 32 കൂട്ടം ഔഷധങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. അതിലൊരു 14 ഒരു പാട്ടയ്ക്കെന്ന് പറയുമ്പോൾ ഒരു 4 കിലോയോളം മരുന്ന് വരും. അപ്പോൾ അത് 28 ലിറ്റർ വെള്ളത്തിൽ വെന്ത് 4-1 വറ്റിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത്. അതാണ് കഷായം എന്ന് പറയുന്നത്. അതാണ് കഷായം. സംഗമാനി വധൂനാം ചികിതൊളേ പ്രഥമയജ്ഞാനാം ത്വാമാദേവാവ്യാദദ പുരുത്രാം ഭൂരിതാത്രാം ഭൂര്യാഃ വേദയന്തി മയാദോ അന്നമത്യോ വിഭാദ്യതി യപ്രാണീതി യൈ ശൃണോതക്തം യരയഗൽ അഹം ദാനാമി ദ്രവീണം അവിദ്മതേ സുപ്രാവ്യേ ഗൽഗൽ സുപ്രാവ്യേ ഗൽറേ തുഗലഗ്ന സുപ്രാവ്യേ യജമാനായ സുൻവദേ.
കഴിഞ്ഞിട്ട് പിന്നെ കഷായവും എണ്ണയും അടുപ്പിൽ വെച്ചിട്ട് ഉരുളിക്കകത്ത് ഒഴിച്ചിട്ട് അതിന് ശേഷം പിന്നെ ഒരു 11 കൂട്ടം മരുന്നും കൂടി ചേർക്കും. അപ്പോൾ അത് ചേർത്തിട്ട് പാകമായി വരുമ്പോൾ എന്ന് വെച്ചാൽ ജലാംശം എല്ലാം പറ്റി പാകമായി വരുമ്പോഴത്തേക്ക് ചൂർണം ചേർത്ത് വാങ്ങുകയാണ് അതിൻ്റെ പതിവ്. ഏതൊക്കെ മരുന്നുകളാണ് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാമോ? ഇപ്പം അത്തിയത്തി, അരയാല്, പേരാല്, വന്യവാഹ, കൂളം, മരുത് തുടങ്ങിയ 32 തരം മരുന്നുകൾ ചേർത്താണ് ഇതിന്റെ ബന്ധം. ഇലയാണോ, കായാണോ, പൂവാണോ? എല്ലാം തടിയുണ്ട്, വേരുണ്ട്, എല്ലാം ഉണ്ട്, തൊലികളുണ്ട്, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ പരമ്പരാഗതമായിട്ടുള്ള കൂട്ടുകളാണ്. അതെ, പരമ്പരാഗതമായിട്ടുള്ള കൂട്ടുകളാണ്. പാരമ്പര്യമായിട്ടും അത് അഭ്യസിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. ഇവിടെ ഇപ്പൊ എത്ര പാട്ട എണ്ണ ചെയ്തു? എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? പാട്ട എണ്ണ 55 4 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം ചെയ്തത്. വേറെ എന്താ പറയാനുള്ളത്? ഈ എണ്ണ ഇത് കഴിഞ്ഞാലും നമുക്ക് എന്താണ്? ഇത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഈ ഔഷധം എന്ന് പറയുന്നത് വാദസംബന്ധമായ എല്ലാ വേദനകൾക്കും വളരെ വിശേഷമാണ്. ഒരു ദിവ്യ ഔഷധമാണത്. ഇത് തേച്ചവർക്കൊക്കെ വേദനകളെല്ലാം മാറിപ്പോയിട്ടുണ്ട്. അത്ര നന്നായിട്ട് ആണ് ഇത് തയ്യാറാക്കുന്നത്. വ്രതം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഈ എണ്ണ തന്നെ 55 പാട്ട നമ്മൾ ഈ വൃക്ഷത്തിന്റെ അളവും അതുപോലെ എണ്ണത്തോണിയുടെ അളവും അതിനകത്ത് എത്രമാത്രം എണ്ണ ഉൾക്കൊള്ളും ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് 55 പാട്ട എന്ന് നമ്മൾ തീരുമാനിച്ചത്. അത് എറണാകുളത്തുള്ള കൃഷ്ണ ഓയിൽ മിൽസ് അവര് ശുദ്ധമായ എണ്ണ എള്ള് കഴുകി ഉണക്കി വ്രതശുദ്ധിയോടെ തയ്യാറാക്കി 55 പാട്ട എണ്ണയിൽ നിന്നാണ് നമ്മൾ ഈ തൈലാദിവാസത്തിനുള്ള ഔഷധ എണ്ണ തയ്യാറാക്കിയത്. ഏതായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ച നിങ്ങളുടെ സംഘാംഗങ്ങളോടുള്ള പഴയ തിരുമല ഗ്രാമവാസികളുടെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ദൈവത്തോടും ഗുരുക്കന്മാരോടും നന്ദി പറയാം.